ഇന്ന് ദൈവത്തിൻ്റെ വചനത്തോട് വിരക്തി കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. പലരും പള്ളിയിൽ പോകുന്നവരാണ്, സൽപ്രവർത്തികൾ ചെയ്യുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിന് എന്തെങ്കിലും തങ്ങളോട് സംസാരിക്കാനുണ്ടോ എന്ന് അവർ ചിന്തിക്കാറേയില്ല. ദൈവം എപ്പോഴും നമ്മോട് സംസാരിക്കുവാനും നമ്മുടെ അടുക്കൽ ഇരിക്കുവാനും ആഗ്രഹിക്കുന്നു. നമ്മുടെ ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ദൈവത്തെ ദർശിക്കുവാൻ ഇപ്പോൾ സാധ്യമല്ലായിരിക്കാം. എന്നാൽ നമുക്ക് എപ്പോഴും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാം. ദൈവം നമ്മോട് സംസാരിക്കുവാൻ ദാഹിച്ചിരിക്കുകയാണ്. ആ സംസാരം നാം ശ്രവിക്കുന്നത് സത്യ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തുകളിലൂടെയാണ്. നാം എത്ര നേരം ദൈവത്തിൻ്റെ സംസാരം കേൾക്കാൻ വേദപുസ്തകം തുറക്കാറുണ്ട്? ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ. ചരിത്രവും ശാസ്ത്രവും വംശാവലിയും നിയമങ്ങളും തത്വചിന്തകളും ആത്മകഥകളും സംഗീതവും അടങ്ങുന്നതാണ് സത്യവേദ പുസ്തകം. ഇതിലെ വചനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ടതാണ്. 40ഓളം എഴുത്തുകാർ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും 1600 വർഷങ്ങളിൽ എഴുതിയതാണ് സത്യവേദ പുസ്തകം. വ്യത്യസ്ത തുറയിലുള്ളവരാണ് ഇതിന്റെ എഴുത്തുകാർ. ഇതിൽ പണ്ഡിതന്മാരും പാമരന്മാരും രാജാക്കന്മാരും പട്ടാളക്കാരും മീൻപിടുത്തക്കാരും തത്വചിന്തകന്മാരും ഭിഷഗ്വരന്മാരും എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ ഒരത്ഭുതം എന്ന് പറയുന്നത് ഇതിലെ എഴുത്തുകാരും പരസ്പരം കണ്ടിട്ടോ ചർച്ച ചെയ്തിട്ടോ അല്ല ഈ പുസ്തകങ്ങൾ എഴുതിയത് എന്നതാണ്. എന്നാൽ ഓരോ പുസ്തകത്തിലെയും വാക്യങ്ങൾ എല്ലാം അടുക്കോടും ചിട്ടയോടും സമസ്വഭാവത്തോടും തുല്യ മൂല്യത്തോടും ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. കാരണം സത്യവേദ പുസ്തകം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിനാൽ ആണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിലഭ്യാസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. 2 തീമോഥെയോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-17 വചനങ്ങൾ. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. 2 പത്രോസ് 1:21. പരിശുദ്ധാത്മാവിനാൽ വചനം എഴുതപ്പെട്ടത് എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക് ഉപകാരപ്പെടുവാനാണ്. വേദപുസ്തകത്തിലെ വചനങ്ങൾ മാറ്റമില്ലാത്ത വചനങ്ങളാകിയാൽ ഇതിനെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 8-ാമത് വചനം. ഒരുപാട് വൻകിട ശക്തികൾ വേദപുസ്തകത്തെ ഈ ലോകത്തിൽ നിന്നും നശിപ്പിക്കുവാൻ കിണഞ്ഞു പരിശ്രമിച്ചു. ഫ്രഞ്ച് വിപ്ലവകാരനായ വോൾട്ടേർ മീൻപിടുത്തക്കാരാൽ സ്ഥാപിതമായ ക്രിസ്തുമതം ഭൂലോകത്ത് നിന്നും നീക്കം ചെയ്യുവാൻ പരിശ്രമിച്ചു. വേദപുസ്തകം 100 വർഷത്തിനുള്ളിൽ ലോകത്തിൽ നിന്നും തുടച്ചു മാറ്റുമെന്ന് വെല്ലുവിളിച്ചു. എന്നാൽ അദ്ദേഹം ഈ ഭൂമുഖത്ത് നിന്നും മാറ്റപ്പെട്ടു. സത്യവേദപുസ്തകം മാറ്റപ്പെടാതെ വചനമായി ഇന്നും നിലകൊള്ളുന്നു. എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 31-ാമത് വചനം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂ വിതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 23 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ വചനത്തോട് ഒന്നും കൂട്ടുവാനും കുറയ്ക്കുവാനും നമുക്ക് അധികാരമില്ല. ഈ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഈ വചനം ഇരുവായ്ത്തരയേക്കാൾ മൂർച്ചയുള്ളതാണ്. നമ്മുടെ സന്ധികളിലും മജ്ജകളിലും തുളച്ചു കയറി ജീവിത പരിണാമം വരുത്തുന്നതാണ് ഈ വചനമെന്ന് പറയുന്നത്. നിരാശ കൊല്ലുന്നു, പ്രത്യാശ നൽകുന്നു. നിരാശയെ കൊല്ലുന്നു, പ്രത്യാശയെ നൽകുന്നു. നമ്മെ എന്നും ജീവിപ്പിക്കുന്നു. ഈ വചനം എന്നും ഹൃദയത്തിൽ കൈക്കൊണ്ട് ജീവനുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ ഇടയായി തീരട്ടെ. ആകയാൽ നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ.
നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com